കോട്ടയത്ത് ഗ്രാമപഞ്ചായത്തുകളിൽ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്. ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞയിലേക്ക് കടക്കുമ്പോൾ കാര്യമായ നാടകീയതകൾ എന്തെങ്കിലും നടക്കാനുണ്ടോ? ജില്ലാ പഞ്ചായത്തിന് എന്താണ് സ്ഥിതി? ബ്ലോക്കിലും സൈഫുദ്ദീൻ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് അംഗം ജോഷി ഫിലിപ്പ് പ്രസിഡന്റാകും. വാകത്താനം ഡിവിഷനിൽ നിന്നുള്ള ജോഷി ഫിലിപ്പ് മുൻ DCC പ്രസിഡന്റും അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാണ്. 2015-20 കാലഘട്ടത്തിൽ ആദ്യത്തെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. നേരത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആദ്യ ടൈം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോൺഗ്രസ് അത് അംഗീകരിച്ചില്ല. അവസാന 2 വർഷം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വിട്ടു നൽകും. വൈസ് പ്രസിഡന്റ് സ്ഥാനവും കോൺഗ്രസ് തന്നെ വഹിക്കും. വനിതാ അംഗങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇല്ലാത്തതിനാൽ കോൺഗ്രസിലെ തലനാട് ഡിവിഷനിൽ നിന്നുള്ള ബിന്ദു സബാസിനായിരിക്കും വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുക. ഇത് സംബന്ധിച്ചുള്ള ധാരണ UDFൽ ആയിട്ടുണ്ട്. അതേസമയം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്ക് വരികയാണെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 11-ൽ 9 UDF ആണ്. വളരെ തർക്കങ്ങളില്ലാതെ തന്നെ അവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചിലയിടങ്ങളിൽ പലരും പ്രസിഡന്റ് സ്ഥാനം കണ്ണുവെച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചില പ്രചരണങ്ങളൊക്കെ നടത്തിയെങ്കിലും മുഴുവൻ സ്ഥലത്തും UDFന് ഒറ്റ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഉഴവൂർ അതോടൊപ്പം വൈക്കം ബ്ലോക്ക് പഞ്ചായത്തുകളാണ് LDF ഭരിക്കുക. അതേസമയം തന്നെ ഗ്രാമപഞ്ചായത്തുകളിൽ പലയിടത്തും ടോസിലേക്കുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കറുകച്ചാൽ പഞ്ചായത്തിൽ LDFനും UDFനും 8 അംഗങ്ങളാണുള്ളത്. ഒരംഗം BJP അംഗമാണ്. BJP അംഗത്തിന്റെ പിന്തുണ LDFോ UDFോ തേടുമോ എന്നുള്ള രാഷ്ട്രീയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഭരണങ്ങാനം പഞ്ചായത്തിലും മരങ്ങാട്ട് പള്ളി പഞ്ചായത്തിലും സമാനമായ സ്ഥിതിയുണ്ട്. ടോസിലേക്കാണ് പോവുക. LDFും UDFും അവിടെ ഒപ്പത്തിനൊപ്പമാണ്. കുമരകം പഞ്ചായത്തിൽ LDFന് 8 സീറ്റുണ്ട്. കോൺഗ്രസിന് 5 സീറ്റും BJPക്ക് 3 സീറ്റുമാണുള്ളത്. കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് മാർക്കുമില്ല. BJPയും UDFും കൈകോർക്കുമെന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. വർഷങ്ങളായി ഭരണം കൈയാളുന്ന LDF പ്രതിപക്ഷത്തേക്ക് പോകും. എന്തായാലും അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ പഞ്ചായത്ത് തലങ്ങളിൽ നടക്കും. അതേസമയം ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ഏകപക്ഷീയമായി UDF അധികാരത്തിലേക്ക് വരും. ഭൂരിഭാഗം പഞ്ചായത്തുകളിലും സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ UDF ആണ് അധികാരത്തിലേക്ക് വരിക. 70-ഓളം പഞ്ചായത്തുകളിൽ 40-ലധികം പഞ്ചായത്തുകൾ UDF ആണ് ഭരിക്കുന്നത്. 3 പഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ചിട്ടുണ്ട്. ഐമനം, കിടങ്ങൂർ, പൂഞ്ഞാർ, തെക്കേക്കര പഞ്ചായത്തുകളിൽ BJPയും അധികാരത്തിലേക്ക് വരും. സൈഫുദ്ദീൻ.